കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ടെൻഷനാണ്, അയ്യോ എന്താ കഴിക്കാൻ കൊടുക്കുക. പുറത്തു പോയി കഴിക്കാൻ ഓപ്ഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് അത്ര റിലേറ്റബിൾ ആയിരിക്കില്ല. പക്ഷെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ഇതിനെപ്പരം വലിയൊരു ടെൻഷൻ വേറെ ഉണ്ടാവുക തന്നെയില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 അടിപൊളി ഡിഷുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ നെയ്ച്ചോറാണ്. ഈ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് നട്ട്സും അതിലേക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി ആ ഏലക്കൊക്കെ ഒന്ന് പിളർന്ന് വരുന്ന സമയത്ത് വെളുത്തുള്ളി, സവോള, ക്യാരറ്റ് ഈ 3 സംഭവം കൂടെ ഞാൻ അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴഞ്ചങ്ങ് ഉടയണം എന്നൊന്നും ഞാൻ പറയില്ല, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. പിന്നെ കുറേ പേർക്ക് പണ്ട് എനിക്കും ഉണ്ടായിരുന്ന സംശയം, ഈ അരിക്ക് എങ്ങനെയാണ് വെള്ളം എടുക്കുക എന്നുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ ഇനി ചെറിയ അളവ് പാത്രമോ എന്താണെങ്കിലും നമ്മൾ അരി എടുക്കുന്ന പാത്രത്തിൽ അതേ പാത്രത്തിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഇതൊരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ, പക്ഷേ അറിയാത്ത ചില കൂട്ടുകാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണിത് പറയുന്നത്. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം, ഇപ്പോൾ ഞാൻ ഒരു കപ്പ് അരിയാട്ടോ എടുത്തിരിക്കുന്നത്, ഗ്ലാസ് അല്ല എൻ്റെ കപ്പാണ്. അപ്പോൾ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സോനാ മസൂരി അരിയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നാരങ്ങനീരും ഉപ്പും കൂടെ ഇട്ട് പിന്നെ നല്ല രീതിക്ക് തിളയ്ക്കുമ്പോൾ നമ്മുടെ കഴുകി കുതിർത്താതെ വെച്ച അരിയും കൂടി ഇട്ട് അടച്ചു വയ്ക്കുക. തുറന്നിട്ട് നമ്മൾ മല്ലിയിലയും മുളകും കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. അടുത്തത് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അപ്പം 900 ഗ്രാമിൻ്റെ ഒരു ചിക്കനാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 തക്കാളി, 1 സവോള, ഒരു 7-8 വറ്റൽമുളക് കുതിർത്തിയതും കുതിർത്തിയ വെള്ളവും, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഒരു ടീസ്പൂണോളം ഇട്ടോളൂ കേട്ടോ, നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ. ബാക്കിയൊക്കെ 1/4 ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നാരങ്ങനീരും പിഴിഞ്ഞ് അരച്ചെടുക്കുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനെ നല്ല രീതിക്ക് ആ മാരിനേഷനിലൊന്ന് പൊതിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് നെയ്യ് തടവുക. നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ ചിക്കനെ മാക്സിമം പൊട്ടാതെ തന്നെ കുക്കറിൽ വെക്കുക കേട്ടോ. മുകളിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ മസാലയില്ലേ, അത് മുഴുവൻ തേച്ചിട്ട് അങ്ങോട്ട് അടച്ചു വയ്ക്കുക. സ്ലോ കുക്ക് ചെയ്താൽ മതി. 2 വിസിൽ വരാൻ അരമണിക്കൂർ എടുത്താലും കുഴപ്പമില്ല. ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാണ്ട് പണി കഴിഞ്ഞിട്ടില്ല. ഇതിനെ പൊട്ടാതെ പുറത്തെടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് പണി പാളിയായിരുന്നു. ഒരു തവ എടുത്ത് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ട് ഇതിനെ 2 സൈഡ് നല്ല രീതിക്ക് മൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിന് മുകളിൽ ഞാൻ ഒരു സോസ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമില്ല, നമ്മുടെ ക്യാരറ്റും സവോളയും വെളുത്തുള്ളിയും കൂടെ ടൊമാറ്റോ സോസ്, സോയാ സോസ് ആൻഡ് മുളക് പൊടിയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ. അടുത്തത് ഡ്രിങ്ക് വേണ്ടേ. ഡ്രിങ്കിന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ ലേസ് എടുക്കാം. പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർത്താൽ മതി. മാങ്ങയും തൈരും പഞ്ചസാരയും കൂടെ അടിച്ചിട്ട് കുറച്ച് നട്ട്സ് ഇടുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഏത് ഗസ്റ്റ് വരുമ്പോഴും സൂപ്പറായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈസി ആയിട്ടുള്ള ഡിഷ്. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒന്ന് കൂട്ടണേ. താങ്ക്